അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിതാ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. അച്ഛൻ്റെ തറവാടാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ പെങ്ങളാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിയാണ്. ഇത് റോഡൊന്നുമല്ല, നമ്മൾ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെ കുറേ പറമ്പും പിന്നെ കുറേ വീടൊക്കെ ഉള്ള സ്ഥലം. അങ്ങനെ അവിടെ എത്തിയിരിക്കുന്നത്. എത്തിയപ്പോഴാണ് ഇതാ യാമി ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവർ ചുമ്മാ വന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ഇതാ അവിടെ എത്തിയപ്പോൾ ഫുൾ സർപ്രൈസായി. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുവമോളാണ് അവരുമായിട്ട് അത്രയൊന്നും അടുക്കുന്നില്ല, കാരണം അങ്ങനെ കാണാറില്ലല്ലോ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ ആയി. അങ്ങനെ ഇതൊക്കെ കണ്ടോ, നമ്മുടെ പമ്പേഴ്സാണ്. അവിടെ ഇപ്പോൾ വാട്ടർ അതോറിറ്റീൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പണിയുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ തോണി അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇതാ അവിടെ അവരെ കിണർ വീശിച്ചിട്ടുണ്ട്. ഇതാണ് യാമി കേട്ടോ. യുവമോളും യാമിയും തമ്മിൽ ശരിക്കും 1 മാസത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് തോണിയിലൊക്കെ കയറി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിച്ച് വെള്ളത്തിലൊക്കെ ഇറങ്ങി. അങ്ങനെ അപ്പോഴവിടെ നിന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു മീനൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. നേരെ അച്ഛൻ്റെ തറവാട്ടിലോട്ട് പോന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. യാമി മുന്നിൽ നടക്കുകയാണ്, നമ്മൾ ബാക്കിൽ നടക്കുകയാണ്. നമ്മൾ അത്ര അങ്ങ് സെറ്റായില്ല ഈ ടൈം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ. അതിനിടയ്ക്ക് ചേച്ചി വന്നായിരുന്നു മില്ലിൽ. പിന്നെ ഇതാ അവരൊക്കെ പോകാൻ നിന്നു. പിന്നെ ഇതാ അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് വേറെ ഒരു കുഞ്ഞിനെ കാണാനുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയി. തിരിച്ച് വന്നപ്പോൾ ഇതാ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, ടാറ്റാ, ബൈ.